ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷൻ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സുരേഷ് സർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. സർ, ഏതായാലും ഈ ഒരു വീക്കിലത്തെ ഫസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമ്മൾ അമേരിക്ക വെനസ്വേല ഇഷ്യൂ തന്നെയാണ് ഏറ്റവും അധികം നമ്മുടെ മാർക്കറ്റ് റിയാക്ട് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 26,300 എന്നുള്ളൊരു നില കൈവിട്ടിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലുള്ള ഇടിവ് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് കാണാൻ സാധിക്കുന്നു. 0.5% ഒരു ഇടിവിലേക്ക് നിഫ്റ്റി നീങ്ങുകയാണ്. പ്രധാനപ്പെട്ട ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളൊക്കെ തന്നെ ഇന്ന് എങ്ങനെയാകും പെർഫോം ചെയ്യുക എന്നുള്ള തലത്തിലേക്കുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. സാർ, ഏതായാലും നമ്മൾ ഹാൻഡ് ഓവേഴ്സ് നോക്കുന്ന സമയത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നോട്ടിൽ തന്നെയാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ് ആയാലും അതോടൊപ്പം തന്നെ അമേരിക്കൻ മാർക്കറ്റ് എൻഡ് ചെയ്തിരിക്കുന്നത് വളരെ പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ്. ഈ ഒരു ഇഷ്യൂവിനെ സാർ ഏത് ആംഗിളിലാണ് നോക്കിക്കാണുന്നത്? പൊതുവേ ഇത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ എങ്ങനെ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്? ജാസ്മിൻ, ആദ്യം തന്നെ വെൽക്കം ബാക്ക് ടു ദ ഓപ്പണിംഗ് അവേഴ്സ് ഷോ. ജാസ്മിനെ ഞങ്ങൾ പ്രേക്ഷകരൊക്കെ ഒരുപാട് മിസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ജാസ്മിൻ, നമുക്കറിയാലോ ഇപ്പോൾ ന്യൂ ഇയറിൻ്റെ ഒരു ഇത് കഴിഞ്ഞിട്ട് ന്യൂ ഇയർ തുടങ്ങി, ജനുവരി 1 കഴിഞ്ഞിട്ട് പുതിയൊരു വീക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ന്യൂ ഇയറിലെ ഫസ്റ്റ് ഡേ ഇത്തിരി സോബറായിട്ടാണ് പോയെങ്കിലും നല്ല രീതിയിലാണ് സെക്കൻഡ് ഡേ പോയെന്നുള്ളത്. അതായത് ഫ്രൈഡേ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റിൽ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് ഉണ്ടായി എന്നുള്ളത്. അതായത് മേജർ ഇൻഡസ്ട്രീസ് ഒക്കെ ഒരു ഓൾ ടൈം ഹിറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കണ്ടതെന്നുള്ളത്. നിഫ്റ്റി 50 ആണെങ്കിൽ ഒരു ഓൾ ടൈം ഹൈ ഓഫ് 26,340 ടച്ച് ചെയ്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇൻട്രാഡേയിൽ. അത് മാത്രമല്ല മേജർ NSE ഇൻഡീസസ് കംപ്ലീറ്റ് നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക്, നിഫ്റ്റി മിഡ് ക്യാപ് 150, നിഫ്റ്റി മിഡ് ക്യാപ് 100, നിഫ്റ്റി മിഡ് ക്യാപ് 50, നിഫ്റ്റി 200, നിഫ്റ്റി 100 എല്ലാം ഓൾ ടൈം ഹൈ അടിച്ച ഒരു ദിവസമായിരുന്നു വെള്ളിയാഴ്ച എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് വരുമ്പോൾ മാർക്കറ്റിൽ ചെറുതായിട്ടൊന്ന് ഇരിക്കുക എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന പോലെ ജാസ്മിൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്ലോബൽ അൺസർട്ടനിറ്റി വേൾഡിൽ വന്നേക്കുന്നു എന്നുള്ള, അല്ലേ? അതായത് വേൾഡ് വാസ് ട്രൈങ് ടു ഗ്രാപ്പിൾ വിത്ത് ദ ടാരിഫ് സർപ്രൈസ്. അതായത് ടാരിഫിൻ്റെ ആ ഒരു സർപ്രൈസിൽ നിന്നും ആ ഷോക്കിൽ നിന്നും വേൾഡ് മാറുന്നതിന് മുമ്പേ തന്നെ 2026 തുടക്കത്തിൽ മറ്റൊരു സർപ്രൈസ് കൂടി നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അബ്സല്യൂട്ട്ലി. അതായത് US ഹാസ് ജസ്റ്റ് ക്രോസ്ഡ് എ ത്രെഷോൾഡ് ദാറ്റ് റീറൈറ്റ്സ് ഇംപ്ലൈഡ് ഗ്ലോബൽ റൂൾ സെറ്റ്. ആ ഒരു ഗ്ലോബൽ ഒരു റൂൾ സെറ്റിനെ മറികടന്നുകൊണ്ടാണ് ഒരു US-ൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നത്. അതായത് ഒരു സിറ്റിംഗ് പ്രസിഡന്റ്, ഒരു രാജ്യത്തിൻ്റെ ഒരു സിറ്റിംഗ് പ്രസിഡന്റ് അനൗൺസ് ചെയ്തത് എന്താ? അദ്ദേഹം വേറൊരു കൺട്രിയുടെ ഹെഡിനെ ക്യാപ്ചർ ചെയ്തു എന്നുള്ളൊരു ഇൻഫർമേഷൻ ആണ് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ചു, ഇത് ആദ്യമായിട്ടൊന്നും അല്ല. ഇതിപ്പോൾ സദ്ദാം ഹുസൈൻ്റെ കാര്യത്തിൽ നമ്മളിത് നടന്നത് തന്നെയാണ്. അതേപോലെ തന്നെയാണ്. അപ്പോൾ ആരെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്? നോബൽ പീസ് പ്രൈസിന് വേണ്ടിയിട്ട് ആരെയാണ് നമ്മൾ നോമിനേറ്റ് ചെയ്യേണ്ടത്? ഇതേപോലെ മറ്റൊരു രാജ്യത്തിൻ്റെ ഹെഡിനെ ക്യാപ്റ്റിവിറ്റിയിൽ വയ്ക്കുക എന്ന് പറയുന്ന ഒരു നേതാവിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള. അതായത് നമ്മൾ ഒറ്റവാക്കി പറയണമെങ്കിൽ വെനിസ്വേല ഗോട്ട് ട്രംപ്ഡ് എന്നുള്ള രീതിയിലേക്കാണ് ലോകം കംപ്ലീറ്റ് അതിനെ പറയുന്നത്. അതായത് സത്യം പറഞ്ഞാൽ ഒരു വശത്തൂടെ നോക്കുകയാണെങ്കിൽ വളരെ മിലിറ്ററി പ്രസിഷനിലാണ് അറ്റാക്ക് നടന്നതെന്നുള്ള. ബട്ട് അതിൻ്റെ ഒരു പോസിറ്റീവ് കാര്യമായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ഒരു വ്യക്തിയെ, അതായത് അവരുടെ നാട്ടിൽ പോയി എക്സ്ട്രാക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നിക്കോളാസ് മഡൂറോ എന്ന് പറയുന്നത് 63 വയസ്സുകാരാണ്. അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ വൈഫിനെയും സിലിയ ഫ്ലോറസിനെയും കൂടി അവിടുന്ന് പിക്ക് ചെയ്ത് നേരെ കൊണ്ടുവന്നത് ന്യൂയോർക്കിൽ ഫ്ലൈ ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ബ്രുക്ലിൻ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്നല്ല. അപ്പോൾ ഇത് ആക്ച്വലി ഇതിനകത്ത് സന്തോഷിക്കാനോ സങ്കടപ്പെടാനോ ഒന്നും നമുക്കറിയില്ല. കാര്യം വെച്ചാൽ ഇത് എന്താണ് ലോകത്ത് നടക്കണമെന്നുള്ള കാര്യം ലോകത്തിനെ സംബന്ധിച്ച് ഈ വെനിസ്വേലൻ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂവിനെ അല്ല റീപ്രൈസ് ചെയ്യേണ്ടത്. അതായത് മാർക്കറ്റും നമ്മളും ഒക്കെ വി നീഡ് ടു കം ടു ടേംസ് വിത്ത് നോട്ട് വിത്ത് ദ വെനിസ്വേലൻ ക്രൈസിസ് ബട്ട് ദ അൺപ്രഡിക്റ്റബിലിറ്റി ഓഫ് US. അതായത് അൺപ്രഡിക്റ്റബിലിറ്റി ഓഫ് US, അൺപ്രഡിക്റ്റബിലിറ്റി ഓഫ് ട്രംപ്. അതാണ് നമ്മൾ മാർക്കറ്റിൽ റീപ്രൈസ് ചെയ്യേണ്ട ഇഷ്യൂ. ഇതിനെ വെറും ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം ഇത് സംബന്ധിച്ച പോലെ അമേരിക്ക ഇത് ആദ്യമായിട്ടൊന്നുമല്ല ലോകരാജ്യങ്ങളിൽ സദ്ദാം ഹുസൈൻ്റെ കേസ് നമ്മൾ പറഞ്ഞെങ്കിലും. ബട്ട് ഇങ്ങനത്തെ ഒരു ടാരിഫിൻ്റെ പുറകിൽ ഇത് വരികയാണെങ്കിൽ അമേരിക്ക ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകാനും, ട്രംപ് ഇതിനകത്ത് ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകാനും അതിനകത്ത് തയ്യാറാണ് എന്നുള്ളതാണ്. കാര്യം ഇതൊരു പ്രോക്സി വാറൊന്നുമല്ല. ഇപ്പോൾ സദ്ദാം ഹുസൈൻ്റെ കേസിലൊക്കെ ആണെങ്കിലും നമുക്ക് മനസ്സിലായ എന്താ, ദാറ്റ് വാസ് എ പ്രോക്സി വാർ. ദിസ് ഈസ് നോട്ട് എ പ്രോക്സി വാർ, ദിസ് ഈസ് എ ഡയറക്റ്റ് കൈനറ്റിക് സ്ട്രൈക്ക്. അതിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതായത് ഒരു സർജിക്കൽ പ്രസിഷനോട് കൂടി പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അത് ചെയ്തതെന്നുള്ളത്. അത്രയ്ക്ക് മാത്രം ഹെവി ഫോഴ്സ്.
30 മിനിറ്റിൽ കാര്യം നടന്നു എന്നുള്ള കാര്യം വാസ്തവം തന്നെയാണ്. ഇത് US ആർമിയുടെ ഡെൽറ്റ ഫോഴ്സ് വിത്ത് ദ സപ്പോർട്ട് ഫ്രം ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസിയുടെ ആ ഒരു സപ്പോർട്ടോട് കൂടിയും, പിന്നെ അതുമാത്രമല്ല US-ന് ഒരുപാട് ഹാൻഡ്ലേഴ്സും സ്പൈയും ഈ വെനസ്വേലൻ ഗവൺമെൻറ് അകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സംശയമില്ലാത്ത കാര്യം. ഇപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് 30 മിനിറ്റിനുള്ളിൽ തീർത്തു എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഇത് റീറൈറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്ലോബൽ ഓർഡറിനെയാണ്. അതായത് ആർക്കും എന്ത് വേണമെങ്കിലും ആവാം എന്നുള്ളത്. അതായത് US ഹാസ് റീആക്ടിവേറ്റഡ് ഇറ്റ്സ് ഹാർഡ് പവർ പ്ലേ ബുക്ക്. ഹാർഡ് പവർ എന്ന് പറയുന്ന ആ പ്ലേ ബുക്ക് അവർ റീആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. US ഒരു കാര്യം കൂടെ പറഞ്ഞു, ദേ വിൽ സ്ട്രൈക്ക് അഗെയിൻ ഇൻ കേസ് ഇനിയുള്ള ലീഡേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ അവിടുത്തെ വെനസ്വേലൻ വൈസ് പ്രസിഡന്റ് ആണ് അവിടുത്തെ ഇൻചാർജ്, ഒരു ഇന്ററിം ഗവൺമെന്റ് പോലെ അവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി അവരും ഞങ്ങളുടെ ഇതിന് ഇംഗിതത്തിനനുസരിച്ച് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വി വിൽ നോട്ട് ഷൈ അവേ ഫ്രം സെക്കൻഡ് സ്ട്രൈക്ക് എന്നുള്ള രീതിയിൽ ട്രംപ് ഒരു വാർണിംഗ് കൂടെ കൊടുത്തു എന്നുള്ള. ഇപ്പോൾ ഈ വക കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അഗെയിൻസ്റ്റ് വെനസ്വേല എലോൺ. അമേരിക്കൻ ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആക്ട് ചെയ്യുന്ന ലാറ്റിൻ അമേരിക്കൻ കൺട്രികൾക്കൊരു വാർണിംഗ് കൂടെയാണ് എന്നുള്ളതാണ്. അപ്പോൾ മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ ഇമ്പോർട്ടൻറ്റ്. ദിസ് ഇസ് മോർ ദാൻ ഓയിൽ റിസ്ക്, ഡോളർ റിസ്ക് എന്നൊക്കെ പറയുന്നത്. ഓയിൽ റിസ്ക്കും ഡോളർ റിസ്ക്കും ഒന്നും അല്ല നമ്മൾ ഇതിനകത്ത് പ്രൈസിൻ ചെയ്യേണ്ടത്. പ്രൈസിൻ ചെയ്യേണ്ടത് അമേരിക്കയുടെ ആ പഴയ ഒരു ഹാർഡ് പവർ എന്ന് പറയുന്ന ആ ഒരു കാര്യം വരെ അൺപ്രഡിക്റ്റബിലിറ്റി ഓഫ് ട്രംപും കൂടെയാണ് ഇതിനകത്ത് റീപ്രൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ദിസ് വിൽ സെൻഡ് എ റോങ് സിഗ്നൽ. ആർക്കൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കൺട്രീസ് ലൈക്ക് നോർത്ത് കൊറിയ, ഇറാൻ പോലെയുള്ള കൺട്രിക്കൊക്കെ ഒരു റോങ് സിഗ്നലാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പം നാളെ നമ്മളിപ്പം നല്ലൊരു വളരെ എന്താ പറയുക സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ളൊരു കൺട്രിയാണ് ഇന്ത്യ. ഇന്ത്യക്ക് വേണമെങ്കിൽ ഇതേ കാരണം പറഞ്ഞ് ബംഗ്ലാദേശിലെ ലീഡറിനെ അറ്റാക്ക് ചെയ്യാനുമായി, റഷ്യക്ക് വേണമെങ്കിലും യുക്രൈനിൽ എൻട്രി ചെയ്യാനായി. അപ്പോൾ അങ്ങനത്തെ ഒരു കോപ്പി ബുക്കും ടെംപ്ലേറ്റും ഇതോടുകൂടി തുറന്നു എന്നുള്ള. അപ്പോൾ നമ്മൾ വിചാരിച്ചു 2025 ഒരു വയലന്റ് ഇയർ എന്ന് പറയുമ്പോൾ 2026 കൂടെ ഒരു വയലന്റ് ഇയർ ആയിട്ട് അതെ അങ്ങനെ തന്നെ മാറണു എന്നുള്ള. ഇപ്പോൾ വെനസ്വേലയെ സംബന്ധിച്ച് വെനസ്വേല എന്നുള്ള രാജ്യത്തിന് വരുമ്പോൾ ജിയോ പൊളിറ്റിക്കലി എന്ത് ഇമ്പാക്റ്റാണ് ഗ്ലോബൽ എക്കണോമിയിൽ വരുന്നത് ഓയിൽ എന്ന് പറയുന്ന കാര്യത്തിലെ കാര്യം. വെനസ്വേല തന്നെ അവകാശപ്പെടണമെന്ന് വെച്ചാൽ അവർക്ക് ഗ്ലോബൽ ഓയിൽ റിസർവിൻ്റെ 20%, അതായത് പ്രൂവൺ വാസ്റ്റ് ഓയിൽ റിസർവ് അവർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ദേ ഹാവ് ദ ലാർജസ്റ്റ് പ്രൂവൺ ഓയിൽ റിസർവ് എന്നാണ് വെനസ്വേല ക്ലെയിം ചെയ്യണമെന്നുള്ളത്. ബട്ട് ഈവൻ ദെൻ അവർക്ക് 20% ഓഫ് ഗ്ലോബൽ റിസർവ്സ് ഉണ്ടെങ്കിൽ പോലും അവരുടെ കോൺട്രിബ്യൂഷൻ ടു ഗ്ലോബൽ ഓയിൽ സപ്ലൈ ഈസ് 1% ഓർ ലെസ് ദാൻ 1%. അതിൻ്റെ കാരണം വെച്ചാൽ ഒന്നാമത്തെ കാര്യം അമേരിക്കയുടെ സാങ്ഷൻസ് വെനസ്വേലയ്ക്ക് മുകളിലുണ്ടായിരുന്നു ഒന്ന്. രണ്ടാമത്തെ കാര്യം വളരെ രീതിയിലുള്ള മിസ്മാനേജ്മെൻറ്റും കറപ്ഷനും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഏജിങ് ആയിട്ടുള്ള ഓയിൽ അസറ്റ്സ് ആണ്. അവർ ഈ റിഫൈനറീസ് ഒക്കെ വളരെ ഏജ്ഡായി പഴയ രീതിയിലുള്ള മെക്കാനിസമാണ് അവർ യൂസ് ചെയ്യണേ എന്നുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനത്തെ കുറേ കാരണങ്ങൾ കൊണ്ട് അവരുടെ പ്രൊഡക്ഷൻ വളരെ കുറവാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓയിൽ മാർക്കറ്റിന് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. കാര്യം 1% താഴെയാണല്ലോ ഇതിനകത്ത് നിൽക്കുന്നതെന്നില്ല. ഇൻഫാക്ട് വേറൊരു കാര്യം പറയാനുള്ള ജാസ്മിൻ, വെനസ്വേല എന്ന് പറയുന്നത് ഓപെക് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു രാജ്യങ്ങളിലൊന്നാണ്. അതായത് 1960 ബാഗ്ദാദിലാണ് ഒപെക് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യണത്. അതിലെ മെയിൻ ഫൗണ്ടിങ് മെമ്പേഴ്സാണ് വെനസ്വേല, അതർ ദാൻ ഇറാൻ, ഇറാഖ്, കുവൈറ്റ് ആൻഡ് സൗദി അറേബ്യ. ഇവരിത്രയും 5 നേഷൻസ് ആണ് ഇതിൻ്റെ ഒറിജിനൽ ഫൗണ്ടേഴ്സ് ഓഫ് ഒപെക് എന്നുള്ളത്. ഇപ്പോൾ ഒപെക് പ്ലസ് എന്നുള്ള രീതിയിലേക്കൊക്കെ മാറി. എനിക്ക് തോന്നുന്നു ഇനിഷ്യലി ജനീവയിലായിരുന്നു ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, പിന്നെ അത് വിയന്ന ഓസ്ട്രിയയിലേക്ക് മാറി എന്നുള്ള. അത്രയ്ക്ക് മാത്രം ഒരു ക്രൂഡ് മാർക്കറ്റിൽ ഗ്ലോബൽ ഓയിൽ സപ്ലൈ ചെയിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺട്രി ആയിരുന്നു വെനസ്വേല. ഇന്ന് അതിൻ്റെ ഗതി എന്താണെന്നൊന്ന് നോക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബട്ട് ഇതിനകത്ത് നമ്മുടെ മീഡിയകൾ പലതും ഇതിനെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ നമ്മളിന്ന് രാവിലെ പേപ്പറൊക്കെ എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ ക്രൂഡ് ഓയിൽ മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ക്രൂഡ് ഭയങ്കരമായിട്ട് കയറാൻ ചാൻസ് ഉണ്ട് ബിക്കോസ് ഓഫ് ദിസ് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ എന്നുള്ള രീതിയിൽ. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നേരെ തിരിച്ചാണ്. കാര്യം ദിസ് ഈസ് നെഗറ്റീവ് ഫോർ ഗ്ലോബൽ ക്രൂഡ് പ്രൈസസ് എന്നുള്ള. ഒന്നാമത്തെ കാര്യം ഞാൻ എന്തുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നു വെച്ചാൽ, ഒന്നാമത് ഇവരുടെ കോൺട്രിബ്യൂഷൻ തന്നെ വേൾഡ് ഗ്ലോബൽ ഓയിൽ സപ്ലൈയുടെ 1% താഴെയുള്ളൂ ഇവരുടെ. രണ്ടാമത് ഈ പ്രശ്നം കാരണം എന്താ പറ്റുന്നത്, വെനസ്വേല ഇപ്പം US-ൻ്റെ കയ്യിലായി. ഇനിയിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ വാക്കുകൾ നോക്കുകയാണെങ്കിൽ എന്താ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ US ഓയിൽ മേജേഴ്സ് ഇനി വെനസ്വേലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. വെനസ്വേലൻ എക്കണോമി തിരിച്ച് റീബിൽഡ് ചെയ്യുക എന്നുള്ളത് അമേരിക്കയുടെയും കൂടെ ആവശ്യമാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വെനസ്വേല അമേരിക്കയുടെ കയ്യിലാക്കി ആ കൺട്രിയെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് ഇനി അതിൻ്റെ പുറത്തുള്ള ഓയിൽ സാങ്ഷൻസും കൂടെ എടുത്തു കളയാനുള്ള ചാൻസ് ഉണ്ട് എന്നല്ല. അപ്പോൾ 1% ആയിരുന്നു അവരുടെ കോൺട്രിബ്യൂഷൻ ഗ്ലോബൽ ഓയിൽ സപ്ലൈ.
ഇനി ആ സാങ്ഷൻ എടുത്ത് മാറ്റുമ്പോഴത്തേക്കും കൂടുതൽ ഓയിൽ മാർക്കറ്റിലേക്ക് ഒഴുകാനുള്ള ചാൻസും അമേരിക്കൻ ഓയിൽ മേജേഴ്സ് വന്ന് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ പ്രൊഡക്ഷനും കൂടെ വരികയാണെങ്കിൽ ഗ്ലോബലി OPEC പ്ലസ് പറഞ്ഞിരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പ്രൊഡക്ഷൻ മാർക്കറ്റിലേക്ക് വരുന്നത് കാരണം there will be an over supply of oil which is negative for oil prices and better for India as an economy and Indian companies too. കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ഇന്ത്യൻ കമ്പനീസിന് ശരിക്കും പറഞ്ഞാൽ വെനിസ്വേലയിൽ ഒരു ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ള. അതിനു മുമ്പേ തന്നെ വേറൊരു കാര്യം വെച്ചാൽ ഈ വെനിസ്വേലയുടെ സാങ്ഷൻസ് മാറുന്നതോടുകൂടി ഞാനിപ്പോൾ ഒരു അടുത്ത സ്റ്റെപ്പിൽ ഞാൻ പറയാം ഏതൊക്കെ കമ്പനീസിനാണ് വെനിസ്വേലയിൽ ബിസിനസ് ഇൻട്രസ്റ്റ് എന്നുള്ളത്. അത് കാണിച്ചിരുന്ന വേറൊരു ഡോർ എന്താണെന്നറിയോ, വേറൊരു എൻലൈറ്റനിങ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അമേരിക്കയായിട്ടുള്ള സാങ്ഷൻസ് അല്ലെങ്കിൽ അമേരിക്കയായിട്ടുള്ള ടാരിഫ് നിലനിൽക്കുകയാണല്ലോ 50%. നമുക്കിതിനെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ബൈപ്പാസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വേറെ ഏതെങ്കിലും ടാരിഫ് കുറഞ്ഞ രാജ്യങ്ങളിൽ കൊണ്ടുപോയി അസംബിൾ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ റീറൂട്ട് ചെയ്യണം നമ്മുടെ ട്രേഡ്. ഇപ്പോൾ മെക്സിക്കോ അടുത്ത കാലത്തായിട്ട് കുറച്ച് ഇന്ത്യൻ ഓട്ടോമൊബൈലിൻ്റെ മുകളിൽ ഒരു ടാരിഫും കൂടെ വെച്ചു. വെനിസ്വേല ഓപ്പൺ ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഇന്ത്യൻ കമ്പനീസിന് അവിടെ ചെന്ന് തുടങ്ങിയിട്ട് അവിടെ ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് അമേരിക്കയിലുള്ള ട്രേഡ് അതുവഴി റൗട്ട് ചെയ്തിട്ട് ഇപ്പം ഏതായാലും വെനിസ്വേല റീബിൽഡ് ചെയ്യാൻ അമേരിക്ക തയ്യാറാണ്. അപ്പോൾ അവർക്ക് മേലുള്ള ടാരിഫൊക്കെ കുറച്ച് കൊടുക്കും എന്നുള്ളതാണ്. അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് ചെയ്യാം എന്നുള്ളത് പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് എന്നുള്ളത്. അപ്പം ടാരിഫ് ഇപ്പോൾ ഇറലവൻ്റ് ആയിട്ട് വന്നു എന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകിച്ചുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി തന്നെ ഞാൻ നോക്കുമ്പോൾ എന്തൊക്കെ കമ്പനികൾക്കാണ് വെനിസ്വേലയിൽ ബിസിനസ് ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനീസാണ് മേജറായിട്ടുള്ളത്. അതിൽ ONGC എനിക്ക് തോന്നുന്നു 2 ഓയിൽ പ്രോജക്റ്റ് വെനിസ്വേലയിലേക്ക് അവർക്കൊരു ഇക്വിറ്റി സ്റ്റേക്ക് ONGCക്ക് ഉണ്ട്. അപ്പോൾ ONGCക്ക് അവിടെ ഒരു ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ടോപ്പ് ഗെയിനർ ONGC ആണ്. ഓഫ് കോഴ്സ്, കാര്യം അവർക്ക് കിട്ടാനുള്ള പൈസയൊക്കെ തിരിച്ച് കിട്ടും എന്നുള്ളതാണ്. പിന്നെ റിലയൻസ് എന്ന് പറയുന്നത് ഇതേപോലെ ഈ ഹിസ്റ്റോറിക്കലി ദേ ഇമ്പോർട്ട് വെനിസ്വേലൻ ഓയിൽ ആസ് വെൽ. സോ ഇനിയിപ്പോൾ കൂടുതൽ ഓയിൽ വെനിസ്വേലയിൽ നിന്ന് കൂടെ കിട്ടും എന്നുള്ള പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രിക്ക് പോസിറ്റീവായിട്ട് വരും. IOC ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് അവിടുത്തെ വെനിസ്വേലൻ കാർബൺ ഹെവി ഓയിൽ പ്രോജക്റ്റിൽ ഇക്വിറ്റി സ്റ്റേക്ക് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സോ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഇസ് ദ 3rd അഫക്റ്റഡ് കമ്പനി എന്നുള്ളത്. പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. പിന്നെ MRPL മാംഗ്ലൂർ റിഫൈനറീസ് ആൻഡ് പെട്രോ കെമിക്കൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി വെനിസ്വേലൻ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും കൂടെ ഉണ്ട്. പിന്നെ നയാര എനർജി എന്ന് പറയുമ്പോൾ ലിസ്റ്റഡ് അല്ല, നമ്മുടെ റഷ്യൻ കമ്പനിയായ റോസ് നെഫ്റ്റിൻ്റെ ഇന്ത്യൻ സബ്സിഡറിയാണ്. അവരും സബ്സ്റ്റാൻഷ്യൽ ക്രൂഡ് വെനിസ്വേലയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് സ്പേസിൽ ONGC, റിലയൻസ്, IOC, MRPL ആണ് ലിസ്റ്റഡ് കമ്പനീസ്. ഞാൻ നയാര എനർജിയെ മാറ്റി വെച്ച് ഇത്രയും കമ്പനിക്ക് അവിടെ ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ എഞ്ചിനീയറിംഗ് ആൻഡ് EPC കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ ഇവരുണ്ടല്ലോ എഞ്ചിനീയേഴ്സ് ഇന്ത്യക്ക് കാരാക്കാസിൽ അവരുടെ ഒരു ഓഫീസ് ഉണ്ട് എന്നുള്ള. അപ്പോൾ അവിടുത്തെ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സും ഗ്ലോബൽ പ്രോജക്ട്സ് ഒക്കെ മാനേജ് ചെയ്യാനാണ് വെനിസ്വേലയിൽ അവരൊരു ഓഫീസ് തുടങ്ങിയിരിക്കുന്നത്. സോ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഈസ് ഓൾസോ a interested party in Venezuelan country എന്നുള്ളതാണ്. പിന്നെ വരുന്നതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, അതായത് വെനിസ്വേല നന്നായിട്ട് വന്നാൽ നമുക്ക് ഈ അമേരിക്കൻ ടാരിഫിനെ ബൈപ്പാസ് ചെയ്യാനായിട്ട് ഓഫീസ് തുടങ്ങാം എന്ന് പറയുന്നത് എനിക്ക് എവിടെ നിന്നാണ് തോന്നൽ വന്നതെന്ന് വെച്ചാൽ 3-4 ഫാർമ കമ്പനിക്ക് അവിടെ ഓഫീസ് ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ സൺ ഫാർമ ഹാസ് എ രജിസ്ട്രേഡ് സബ്സിഡറി ഇൻ വെനിസ്വേല. പിന്നെ ഡോക്ടർ റെഡ്ഡി ഹാസ് ഓൾസോ ഗോട്ട് എ സബ്സിഡറി ഇൻ വെനിസ്വേല. ബട്ട് എനിക്ക് തോന്നുന്നു അത് അവർ ഡൈവേസ്റ്റ് ചെയ്തു 2024 എന്നാണ് ഡോക്ടർ റെഡ്ഡി. പിന്നെ സിപ്ല ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലി ബീൻ എക്സ്പോർട്ടർ ഓഫ് എസെൻഷ്യൽ മെഡിസിൻ ടു വെനിസ്വേല. ദെൻ എനിക്ക് ഗ്ലെൻമാർക്ക് ഫാർമയ്ക്കും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു വെനിസ്വേലയിൽ ഒരു സബ്സിഡറി ഗ്ലെൻമാർക്ക് ഫാർമയ്ക്കും. അപ്പോൾ ഇത്രയും ഫാർമ കമ്പനീസിനും കൂടെ അവിടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി മെറ്റൽസ് ആൻഡ് ഇൻഡസ്ട്രിയൽ കമ്പനിക്കും ഉണ്ട്. അതായത് ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് വെനിസ്വേലയിലെ ലാർജസ്റ്റ് അയൺ ഓർ കോംപ്ലക്സ് ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ആണ്. അപ്പോൾ ഇത്രയും കമ്പനികൾ ഓയിൽ ആൻഡ് ഗ്യാസിൽ, എഞ്ചിനീയറിംഗ് കമ്പനി, ഫാർമ, പിന്നെ ഈ പറയുന്ന പോലെ മെറ്റൽ ആൻഡ് ഇൻഡസ്ട്രിയൽസ് കമ്പനീസിന് ഈ പറയുന്ന പോലെ വെനിസ്വേലയായിട്ട് ഈ പറഞ്ഞ പോലെ ബിസിനസ് ബന്ധമുണ്ട് എന്നുള്ളത്. ഇതൊക്കെയാണ് ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള കമ്പനി. പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എന്നുള്ളത് നമുക്കിനി വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞല്ലോ, ഇപ്പോൾ കഷ്ടകാലത്തിന് നമ്മൾ നിക്കോളാസ് മരുഡോനെ ഈ ഭാര്യയും കൂടെ അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നിക്കോളാസ് മരുഡോനെ ഇപ്പം ന്യൂയോർക്കിലേക്ക് ഫ്ലൈ ചെയ്ത് കൊണ്ടുവന്നിട്ട് നേരെ എവിടെ കൊണ്ടുപോയത്? ബ്രുക്ലിൻ ജയിലിലേക്കാണ് കൊണ്ടുപോയത്. അതായത് ഭാര്യയും ഭർത്താവും കൂടെ. അതിങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് വേറൊരു കാര്യം ആലോചിച്ച് നോക്കും. ഇത് ഒരു സൈഡിൽ നടക്കുമ്പോൾ ഇത് സാറ്റർഡേ ആണ് നടന്നതെന്ന് പറയും. അതേപോലൊരു സംഭവം ഇപ്പുറത്ത് നടന്നുണ്ട്. ആ ഇപ്പുറത്തെ സംഭവം എന്ന് പറഞ്ഞാൽ വെറും ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. അതായത് ഇത്രയും നാൾ ട്രംപിനെ കുറ്റം പറഞ്ഞ നമ്മുടെ ഇലോൺ മസ്ക് ഈസ് ഹാവിങ് എ ഡൈനിങ് ഔട്ട് വിത്ത് പ്രസിഡന്റ് ട്രംപ് ആൻഡ് ഫസ്റ്റ് ലേഡി
മെലാനിയ ട്രംപ്. അതിൻ്റെ ഒരു പിക്ചറിന് അദ്ദേഹം ട്വിറ്ററിലോട്ട് വിട്ടു എന്നുള്ളതാണ് ഇലോൺ മസ്ക്. എന്നിട്ട് അദ്ദേഹം പറയുകയും കൂടെ ചെയ്തു, അതായത് കൺഗ്രാറ്റ്സ് പ്രസിഡന്റ് ട്രംപ്, ദിസ് ഇസ് എ വിൻ ഫോർ ദ വേൾഡ് ആൻഡ് ക്ലിയർ മെസ്സേജ് ടു ഈവിൾ ഡിക്റ്റേറ്റേഴ്സ് എവ്രിവെയർ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പ്രസിഡന്റ് ഭാര്യയും കൂടെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുവന്ന് ബ്രുക്ലിൻ ജയിലിൽ അടയ്ക്കുമ്പോൾ ഇവിടെ ഒരു പ്രസിഡന്റും ഭാര്യയും, അതായത് ആ എക്സ്ട്രാക്ട് ചെയ്ത പ്രസിഡന്റും ഭാര്യയും കൂടെ ഇലോൺ മസ്ക് ആയിട്ട് ഇരുന്ന് ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിസ്കഷൻ നടക്കുന്നു എന്നുള്ളതാണ് വേൾഡിലെ ഐറണി എന്ന് പറഞ്ഞാൽ. ജാസ്മിൻ, എനിക്കൊന്ന് നമ്മുടെ പ്രേക്ഷകരടുത്തൊന്ന് കോഷൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയും, ഇപ്പം നമ്മൾ വെനിസ്വേലയിലേക്ക് നടന്ന ആ US-ന്റെ ഒരു മിലിറ്ററി ആക്ഷൻ ഉണ്ടല്ലോ, ഇതൊരു വല്ലാത്ത ഒരു മോശം ടെംപ്ലേറ്റ് മറ്റുള്ള രാജ്യങ്ങൾക്ക് ഒരു പാഠമാവുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് ഏറ്റവും ഇഷ്യൂ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ചൈനയ്ക്ക് തായ്വാനിൻ്റെ മേൽ ഒരുപാട് പ്രഷർ ചൈന കൊടുക്കുന്നുണ്ട്. ചൈന പറയുന്നത് വെച്ചാൽ തായ്വാൻ ഞങ്ങളുടെ ടെറിട്ടറിയാണ്, ഞങ്ങളത് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കുന്നത്. ഇതിന് മുന്നോടിയായിട്ട് തായ്വാൻ്റെ ചുറ്റുമൊക്കെ കുറച്ച് വാർ ഗെയിംസ് ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ എന്താ പറയുക, വെള്ളത്തിലേക്ക് കുറച്ചൊന്ന് ഫയർ ചെയ്യുക, പിന്നെ നേവൽ ഷിപ്സ് അയക്കുക, പിന്നെ മിസൈൽസൊക്കെ അതിൻ്റെ മണ്ടയിൽ കൂടെ വിടുക, അങ്ങനത്തെ രീതിയിലൊക്കെ ഒരുപാട്, അതായത് ജെറ്റ് ഫൈറ്റേഴ്സ്, കോസ്റ്റ് ഗാർഡ് ഷിപ്സ് ഒക്കെ വിട്ടിട്ട് എൻസർക്കിൾ ചെയ്ത് ആ തായ്വാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ ഒന്ന് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ കൈവയ്ക്കാം എന്നുള്ളത്. ഇപ്പം ഇതൊരു ടെംപ്ലേറ്റ് ആയിട്ട് ചൈന എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വലിയൊരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രൊവോക്കേഷനൊക്കെ ഉണ്ടാകുന്നത് കാരണമുള്ളൊരു ഇഷ്യൂ എന്താണെന്നറിയോ, ഈ തായ്വാൻ എന്ന് പറയുന്ന കൺട്രിയിലാണ് ഈ TSMC എന്ന് പറയുന്ന കമ്പനി. ഈ TSMC എന്ന് പറയുന്ന കമ്പനിയാണ് ലോകത്തെ 92% ഓഫ് സെമി കണ്ടക്ടർ ചിപ്സ്. ഏതൊക്കെ ഇൻഡസ്ട്രിയിലേക്കൊക്കെ പോകണമെങ്കിൽ നമുക്കറിയാം, കാർസ്, സ്മാർട്ട് ഫോൺസ്, മെഡിക്കൽ ഡിവൈസസ്, മിലിറ്ററി എക്യുപ്മെൻറ്റ്സിലൊക്കെ ഈ എന്താ പറയുക TSMCയുടെ പ്രോഡക്ട്സ് ആണ് അല്ലെങ്കിൽ ചിപ്സാണ് ഏറ്റവും കൂടുതൽ 92%. ഞാൻ ഈ കാണുന്നത് കോവിഡിൻ്റെ ഇഷ്യൂ ഒന്നുമല്ല. സെമി കണ്ടക്ടർ ചിപ്പിൽ ഇഷ്യൂ വരികയാണെങ്കിൽ ഏതാണ്ട് GDP-യിൽ വരാൻ പോണ ഗ്ലോബൽ GDP-യിൽ വരാൻ പോണ ഇമ്പാക്റ്റ് എത്രയെന്നറിയോ, $10 ട്രില്യണിൻ്റെയാണ്. 10%. അത്രയ്ക്കും മാത്രം കാര്യങ്ങൾ ചിപ്പ് സെമി കണ്ടക്ടറായിട്ടുണ്ട്. അതുമല്ല ഇത് തായ്വാനിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. TSMC എന്ന് പറയുന്ന കമ്പനിയാണ് 92% ഓഫ് സെമി കണ്ടക്ടർ ചിപ്സ് ഞാൻ ചുറ്റും കാണുന്നത്. അപ്പോൾ മച്ച് ലാർജർ റിസ്ക് അവിടെയാണ് എന്നുള്ളത്. സോ അവിടെ ഒന്ന് വാച്ച് ചെയ്തോളണം എന്നുള്ളതാണ്. US-ൻ്റെ ഈ മിലിറ്ററി ആക്ഷൻ അഗെയിൻസ്റ്റ് വെനിസ്വേല ചൈന ഒരു ഫോർഡറായിട്ട് ഒരു ഇൻപുട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ, അത് തായ്വാൻ്റെ മേൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ദി ഇമ്പാക്ട് കുഡ് ബി മച്ച് മോർ ലാർജർ. ഇതൊന്നും നടന്നെങ്കിലും ചൈന ഈ പേരും പറഞ്ഞ് കുറച്ചൊന്ന് മസിൽ ഫ്ലെക്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഗ്ലോബൽ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസും ഉണ്ടെന്നൊന്ന് ഞാനൊന്ന് പറഞ്ഞു വയ്ക്കും. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലോകത്ത് നടക്കണമെന്നുള്ളതാണ് അതിനകത്ത് രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ചെറുതായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്താ അറിയോ, ഇപ്പോൾ BYD നമ്മുടെ ടെസ്ലയാണ്. അതായത് BYD ഓവർടേക്സ് ടെസ്ല ഫോർ ദ ഫസ്റ്റ് ടൈം ദാറ്റ് ദേ ഹാവ് സോൾഡ് മോർ കാർസ് ദാൻ ടെസ്ല എന്നുള്ള രീതിയിലേക്കാണ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് എന്നുള്ളതാണ്. ഇത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഇതിനകത്ത് പൊതുവേ നമ്മൾ പറയുന്നത് എന്താ, ഇതോടുകൂടി അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ BYD ഡെലിവർ ചെയ്ത് 2.26 മില്യൺ ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്, EVs ആണ്. അതായത് 2024-നെക്കാട്ടിലും 28% കൂടുതൽ BYD സെല് ചെയ്തു എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്ലഗ് ഇൻ ഹൈബ്രിഡ്സ് കൂടെ ഉണ്ട്. പ്ലഗ് ഇൻ ഹൈബ്രിഡ്സ് ഏതാണ്ട് 4.6 മില്യൺ യൂണിറ്റ്സ് ആണ് അവർ വിറ്റ്. എല്ലാം കൂടെ ചേർന്ന് ഈ പറഞ്ഞ പോലെ നല്ലൊരു എമൗണ്ട് വിറ്റ് അവർ ടെസ്ലയെ ക്രോസ് ചെയ്തിരിക്കുന്നു എന്നുള്ള. ടെസ്ലയെ സംബന്ധിച്ച് അവർ ഡെലിവറി വീഴുകയാണ് ചെയ്തത്. അവർ ഡെലിവറി 1.64 മില്യൺ, മറ്റവർ 2.26 മില്യൺ ആണെങ്കിൽ ഇവർ 1.46 മില്യൺ ആണ്. ഏതാണ്ട് 8 to 9% ഡൗൺ ഇൻ 2025 ആനുവലി. ബിക്കോസ് ഓഫ് ദിസ് റീസൺ ഇറ്റ് ഈസ് ബീങ് സെഡ് ദാറ്റ് BYD ഹാസ് ഓവർടേക്കൺ ടെസ്ല ഇൻ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് വളരെ ഒരു പോളിസി ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഷിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ വോളിയം കംപ്ലീറ്റ് ടെസ്ലയിൽ നിന്നും മാറി BYDയിലോട്ട് എത്തുന്നെങ്കിൽ പോലും പ്രോഫിറ്റബിലിറ്റി പെർ വെഹിക്കിളിൽ ഇന്നും ടെസ്ല വളരെ ഹൈ ആണ്. അതായത് ഒരു വെഹിക്കിളിൻ്റെ പ്രോഫിറ്റബിലിറ്റി എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഈ ടെസ്ലയുടെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ടാക്കുന്നത് ഹൈ എഫിഷ്യൻസി ഓട്ടോമേഷൻ. ഈ ഹൈ എഫിഷ്യൻസി ഓട്ടോമേഷൻ മാത്രമല്ല, വളരെ സോഫ്റ്റ്വെയർ ഡ്രിവൺ ഫോക്കസ് ആണ് ഇവർ ചെയ്തേക്കുന്നത്. അത് കാരണം തന്നെ ഇവരുടെ മാർജിൻ ഭയങ്കര ഹൈ ആണ്. അപ്പോൾ റിയലൈസേഷൻ പെർ കാറിൽ ഇന്നും ടെസ്ല ഈസ് ഫാർ അവേ കമ്പയർഡ് ടു BYD ആയിരിക്കും നമ്പർ ഓഫ് കാർസ് കൂടുതൽ സെല് ചെയ്ത്, ബട്ട് പ്രോഫിറ്റബിലിറ്റി നേരെ തിരിച്ചാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതുകൊണ്ടാണ് ടെസ്ലയുടെ മാർക്കറ്റ് വാല്യുവേഷൻ ഏതാണ് 1.46 ട്രില്യൺ ടു 1.6 ട്രില്യൺ മാർക്കറ്റ് വാല്യുവേഷൻ വരാനുള്ള കാരണം എന്താണ്? ഇത് തന്നെയാണ് അതിൻ്റെ റീസൺ എന്നുള്ളത്. അതായത് BYD വാല്യുവേഷനേക്കാളും വളരെ കൂടുതലാണ് ടെസ്ല നിൽക്കുന്നത്. കാര്യം
ടെസ്ല ഷെയറിനെ ഡിസ്കൗണ്ട് ചെയ്യുന്നത് ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസ് മാത്രമല്ല, ഫ്യൂച്ചർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോ ടാക്സി, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കൗണ്ട് ചെയ്തത് കാരണം തന്നെ ടെസ്ലയുടെ വാല്യുവേഷൻ ഈസ് ഹയർ ദാൻ BYD. BYD might have overtaken Tesla in numbers, but as per the valuation and profitability ഇതിനകത്ത് വളരെ വ്യത്യാസമായിട്ടാണ് കാണിക്കുന്നത്. ടെസ്ലയാണ് അവിടെ സ്കോർ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? ഇത്രയും സെല്ല് ചെയ്തു, ഇത്രയും റവന്യൂ കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാർക്കറ്റിൽ നിങ്ങൾക്ക് വാല്യുവേഷൻ വരണമെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റബിലിറ്റിയും ഇന്നോവേഷനുമാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള പാഠമാണ് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്പേഴ്സ് ഡസൻ ടെൽ ദ ഹോൾ സ്റ്റോറി. യു ഹാവ് ടു സ്ക്രാച്ച് ദ സർഫസ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ബിഹൈൻഡ് ദ നമ്പേഴ്സ് എന്നുള്ള കാര്യം കൂടെയാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വയ്ക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ നോർവേ വളരെ ഓയിൽ റിച്ച് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. വളരെ ഓയിൽ റിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവർക്ക് ഓയിൽ അസറ്റ്സ് ഒരുപാടുണ്ട്. ഓയിൽ എക്സ്പോർട്ട് ചെയ്ത് ഒരുപാട് കാശ് അവർ ഉണ്ടാക്കുന്നത്. അതായത് വെസ്റ്റേൺ യൂറോപ്പിലെ ലാർജസ്റ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പോർട്ടറാണ് നോർവേ എന്ന് പറയുന്ന രാജ്യം. ഏതാണ്ട് അവരുടെ ഈ റിന്യൂവബിൾ ഹൈഡ്രോ ഇലക്ട്രിക് പവറിൽ കൂടെയാണ് അവരുടെ 98% ഇലക്ട്രിസിറ്റി അവരുണ്ടാക്കുന്നത്. അതായത് അവർക്ക് ഇലക്ട്രിസിറ്റി ആവശ്യത്തിനുണ്ട്, ഫ്യൂവലും അതായത് എനർജിയും ആവശ്യത്തിനുള്ള ഒരു രാജ്യം തന്നെയാണ് എന്നുള്ള. അപ്പോൾ ഇത് കാരണം തന്നെ അവർ നല്ല രീതിയിൽ ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പോർട്ട് ചെയ്തിട്ട് നല്ല ഒരു പൈസ, അതായത് ഒരു ഓയിൽ വെൽത്ത് നോർവേ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള. അതുമാത്രമല്ല ഇലക്ട്രിസിറ്റി വളരെ ചീപ്പായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ സിറ്റിസൺസിന് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ആ രാജ്യത്തിന് എന്താ നല്ല ഓയിൽ അസറ്റ്സും ഉണ്ട്, ഇലക്ട്രിസിറ്റി ചീപ്പാണെന്നുള്ള പ്രത്യേകതരമായിട്ടുള്ള ഒരു യൂറോപ്യൻ കൺട്രിയാണ് നോർവേ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ നോർവേക്ക് വലിയൊരു സോവറിൻ വെൽത്ത് ഫണ്ട് ഉണ്ട്. 1.3 ട്രില്യൺ അസറ്റ്സ് ഗ്ലോബലി ഇൻവെസ്റ്റ് ചെയ്ത നോർവീജിയൻ സോവറിൻ വെൽത്ത് ഫണ്ടിനെ നമ്മൾ വിളിക്കുന്നത് നോർജസ് ബാങ്ക് എന്നാണ്. ഈ നോർജസ് ബാങ്ക് ഇന്ത്യയിലും പല സ്റ്റോക്കുകളിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ നോർവേക്ക് ഈ ഓയിൽ വെൽത്ത് ഒരുപാടുള്ളത് കാരണം, ഇലക്ട്രിസിറ്റി ചീപ്പായിട്ട് കൊടുക്കുന്നത് കാരണമൊക്കെ അവർ ഈ ഗ്രീൻ എനർജിക്ക് വേണ്ടി ഒരുപാട് കാശും സബ്സിഡീസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ശരിക്കും പറഞ്ഞാൽ ICE എൻജിൻസ്, അതായത് ഇൻറ്റേർണൽ കമ്പൻഷൻ എൻജിൻ കാർസിന് അവർ ബാൻ ചെയ്തിട്ടില്ല. പകരം അതിൻ്റെ വാറ്റും ഡ്യൂട്ടീസൊക്കെ ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രിക് വെഹിക്കിൾസ് പോലെയുള്ള കാറുകൾക്ക് ഭയങ്കരമായിട്ട് സബ്സിഡിയും ഭയങ്കര രീതിയിലുള്ള സപ്പോർട്ടും കൊടുത്തു എന്നുള്ള ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഐ ആം ടോക്കിംഗ് ഓഫ് എ കൺട്രി വിച്ച് ഈസ് എ മേജർ എക്സ്പോർട്ടർ ഓഫ് ഓയിൽ ആൻഡ് ഗ്യാസ്. ഓയിൽ വളരെ ഉള്ള ഒരു രാജ്യം, ഓയിലിൽ കൂടി ഒരുപാട് അസറ്റ്സ് ക്രിയേറ്റ് ചെയ്ത രാജ്യത്തിൽ 2025 96% ഓഫ് ന്യൂ കാർസ് അവർ വിറ്റത് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ലോകത്തിലെ മേജർ ഓയിൽ പ്ലെയേഴ്സ് പോലും ഇലക്ട്രിക് വെഹിക്കിൾസിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ. എനിക്ക് വ്യക്തിപരമായിട്ട് EV ഇഷ്ടമുണ്ടോ ഇല്ലെന്നുള്ള രണ്ടാമത്തെ കാര്യം. ബട്ട് ഈവൻ ദെൻ ഇഫ് എൻ ഓയിൽ മേജർ ഇസ് ഓൾസോ ടേണിംഗ് ടു ഇലക്ട്രിക് വെഹിക്കിൾസ്, ഇമാജിൻ ഇതൊക്കെ കാരണം കൊണ്ട് തന്നെ ഓയിൽ പ്രൈസസ് എന്തുകൊണ്ടാണ് ഡിപ്രസ്ഡ് ആയിട്ട് $60 പെർ ബാരലിലൊക്കെ ട്രേഡ് ചെയ്യണേ എന്നുള്ളതാണ്. ഇപ്പോൾ ഏതാണ്ട് റെക്കോർഡ് നമ്പർ ഓഫ് കാർസാണ് അവർ നോർവേ വിറ്റതെന്നുള്ളത്. അവിടെ 5th കൺസിക്യൂട്ടീവ് ഇയറിലും ടോപ്പ് ചെയ്തിരിക്കുന്ന ഇതേതാ? ടെസ്ലയാണ് ഏറ്റവും കൂടുതൽ അവിടെ വിറ്റിരുന്നത്. അതായത് ടെസ്ലയ്ക്ക് 19.1% മാർക്കറ്റ് ഷെയർ ആണ്, ഫോളോഡ് ബൈ വോക്സ് വാഗൺ 13.3%, വോൾവോയ്ക്ക് 7.8% എന്നുള്ള. ചൈനീസ് EV പ്ലെയേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് 13.7% മാർക്കറ്റ് ഷെയർ നോർവേയിലുള്ളൂ. അതിൻ്റെ ഭൂരിഭാഗവും ഏതാണ്ട് BYDയുടെ കയ്യിലാണ് എന്നുള്ളത്. അപ്പോൾ ഇറ്റ്സ് എ ഫൈറ്റ് ബിറ്റ്വീൻ ടെസ്ല ആൻഡ് BYD എഗെയിൻ ഇൻ നോർവേ ആസ് വെൽ. ബട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഓയിലിൻ്റെ രാജ്യമായിട്ടുള്ള നോർവേ അതിൽ തന്നെ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് സോവറിൻ വെൽത്ത് ഫണ്ട് ഉണ്ടാക്കി, നോർജസ് ബാങ്ക് ഒക്കെ ഉണ്ടാക്കി, അവിടെ ഇലക്ട്രിസിറ്റി നല്ല രീതിയിൽ ചീപ്പ് റേറ്റിന് സിറ്റിസൻസിന് കൊടുക്കുന്ന രാജ്യം പോലും ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊന്ന് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റിലായിട്ട് നമുക്കൊന്ന് പറയാനുള്ള. അപ്പോൾ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ വെനിസ്വേല തന്നെയാണ്. ഈ വെനിസ്വേലയായിട്ട് അഫക്റ്റ് ചെയ്തിരിക്കുന്ന കൺട്രീസ് നമ്മൾ ഇത്രയും നേരം നമ്മൾ മെൻഷൻ ചെയ്തു എന്നുള്ള ഇത് പോസിറ്റീവ് ആയിട്ടായിരിക്കാം ഇത് വരാനായിട്ടുള്ള ചാൻസ്. കാര്യം വെനിസ്വേല ഈസ് ഓപ്പണിംഗ് അപ്പ് ആസ് എ ബിസിനസ് ഡെസ്റ്റിനേഷൻ ആൻഡ് ഇറ്റ് ഈസ് മോർ ഓർ ലെസ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ധാർമ്മികമായിട്ട് മറുപടി ഒരു പ്രസിഡന്റിനെ ശരിക്കും പറഞ്ഞ ക്യാപ്റ്റിവിറ്റിയിൽ വയ്ക്കുക അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിലും ആ പൊളിറ്റീഷ്യന് അത്രമാത്രം ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനും ആയിരുന്നില്ല. ആ രാജ്യത്തിന് ഒരുപാട് കേപ്പബിലിറ്റിയും കഴിവുമുള്ളതാണ്, ലാർജസ്റ്റ് ഓയിൽ റിസർവുള്ള രാജ്യമായിരുന്നു എന്നുള്ള അതിപ്പോൾ അമേരിക്കയുടെ കൈ പോയിരിക്കുന്നു. ട്രംപ് എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷണൽ പ്രസിഡന്റ് എല്ലാ ബിസിനസ്സായിട്ട് കാണുന്നുണ്ട്. അവിടുന്ന് എത്രത്തോളം ബിസിനസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും അത് അത്രയും അദ്ദേഹം യൂട്ടിലൈസ് ചെയ്യും എന്നുള്ള. പിന്നെ ഒരു കാര്യം കൂടി, ഈ പറയുന്ന പോലെ ഇന്ത്യൻ കമ്പനീസിനും ഈ ടാരിഫ് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി വെനിസ്വേല ഒരു ചെറിയൊരു ചെക്ക് പോയിന്റ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഓവർനൈറ്റ് ആയിട്ട് ഇന്ത്യ US ട്രേഡ് ടാരിഫിനെ
കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇത് വന്നതെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ മോഡി ഈസ് എ വെരി നൈസ് മാൻ, ബട്ട് ഈവൻ ദെൻ എന്നെ ഹാപ്പി ആക്കാനാണെന്ന് തോന്നുന്നു സബ്സ്റ്റാൻഷ്യലി റഷ്യയിൽ നിന്നുള്ള ഓയിൽ പർച്ചേസ് ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുകയുണ്ടായി. ബട്ട് ഈവൻ ദെൻ ഇവിടെയും നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയണമെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ട്രംപ് ഹാസ് വാണ്ട് ഓഫ് more tariff against India if India is buying റഷ്യൻ ഓയിൽ എന്നുള്ള രീതിയിലാണ് പലരും ഇതിനെ മെൻഷൻ ചെയ്തത്. ഞാനിതിനെ വീണ്ടും പോസിറ്റീവായിട്ടാണ് കാര്യം ട്രംപ് വളരെ ക്ലിയർലി മെൻഷൻ ചെയ്തതെന്ന് വെച്ചാൽ ഇന്ത്യ ഹാസ് റെഡ്യൂസ്ഡ് സബ്സ്റ്റാൻഷ്യലി പർച്ചേസിങ് ഓയിൽ ഫ്രം റഷ്യ. അത് അക്നോളജ് ചെയ്തു എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ട്രേഡ് ഡീൽ വരുമോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല എന്നുള്ള, ബട്ട് ഫിഗേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് ട്രേഡ് ഡീൽ എന്ന് പറയുന്നത് ഇറലവൻ്റായി. കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് എക്സ്പോർട്സിന് യാതൊരു കുറവും വന്നില്ല, അമേരിക്കയിലുള്ള എക്സ്പോർട്സിനും വലിയ പ്രശ്നമില്ല. ആദ്യത്തെ ഒരു ഇനിഷ്യൽ ഡിപ്പ് കഴിഞ്ഞ് ഓക്കെ ആയെന്നുള്ളൂ. ബട്ട് സെൻറ്റിമെൻ്റലി പോസിറ്റീവ് ആവാൻ ഈ ട്രേഡ് ഡീൽ വളരെ അത്യാവശ്യമാണ് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ആഴ്ചയിൽ തുടക്കത്തിൽ നമുക്ക് പറയേണ്ടതായിട്ടുള്ളത്. നമുക്ക് ഓവർ ടു യു ജാസ്മിൻ. യെസ് സാർ, ഏതായാലും നമ്മൾ ഈ ഒരു സെഷനിൽ ഓപ്പണിംഗ് അവേഴ്സിൻ്റെ ഒരു സെഷനിൽ തീർച്ചയായിട്ടും ഒരു സ്പെസിഫിക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് നമ്മുടെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിന് തന്നെയാണ്. ഒരു കമൻറ്റ് വന്നിരിക്കുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു കമൻറ്റ്, ബുള്ളിഷ് ഫണ്ടമെന്റൽ സ്റ്റോക്സ് പറ ആശാനെ കുറച്ച് കാശുണ്ടാക്കട്ടെ എന്നാണ്. അങ്ങനെ ഇരുന്ന് പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാത്രം പറഞ്ഞ് നമുക്ക് കാശുണ്ടാക്കി പൊക്കൂടെ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു അഡ്വൈസോ റെക്കമെൻഡേഷനോ ഒന്നും തരാനൊന്നും പറ്റില്ല. കാരണം ഒരു ബൈ സെൽ എന്നതിനപ്പുറത്തേക്ക് ഒരു എഡ്യൂക്കേഷൻ പർപ്പസാണ് നമ്മുടെ ഈ ഓപ്പണിംഗ് അവർ എന്ന് പറയുന്ന ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫോർച്ചുനേറ്റ്ലി ധാരാളം സ്റ്റോക്സ് നമ്മൾ മെൻഷൻ ചെയ്തതിൽ ഒരു നേട്ടമായിട്ട് കുറേ പേര് കമൻസ് ഒക്കെ ഇടാറുണ്ട്. പക്ഷേ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇന്ന സ്റ്റോക്ക് മേടിച്ചോളൂ, ഇത് കൃത്യമായിട്ട് നേട്ടം തരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം ജാസ്മിൻ, ഇതിനകത്തുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് സെബി ഗൈഡ് ലൈൻസ് പ്രകാരം നമ്മൾ മീഡിയ ജേർണലിസ്റ്റുകളാണ്. നമുക്ക് ഒരിക്കലും ഒരു സ്റ്റോക്കിനെ കുറിച്ച് നമുക്ക് പറയാം എന്നല്ലാതെ ഫ്യൂച്ചർ എന്താണ് പെർഫോമൻസ് എന്നോ ഒരു അഡ്വൈസോ റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഈവൻ നമ്മൾ എന്തെങ്കിലും സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുക, അല്ലെ നമ്മൾ മെൻഷൻ ചെയ്യണേ, റെക്കമെൻഡ് എന്നല്ല ആ വാക്കേ ഞാൻ ഉപയോഗിക്കുന്നില്ല, മെൻഷൻ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. അതായത് നമ്മൾ ഇത്രയും ദിവസത്തിന് മുമ്പും ഇത്രയും ദിവസത്തിന് ശേഷവും ആ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാനോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാനോ പാടില്ല എന്നുള്ളൊരു ഫോർമാലിറ്റി. തീർച്ചയായിട്ടും. അപ്പം നമ്മളിത് പാലിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ തെറ്റായിട്ട് പ്രേക്ഷകർ കാണരുത്. കാര്യം പല യൂട്യൂബേഴ്സും പലതും വന്നിട്ട് സ്റ്റോക്ക് 3 സ്റ്റോക്സ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല. രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന് പറയാം എന്നല്ലാതെ മറ്റുള്ള ആർക്ക് ഇത് പറയാനുള്ള അധികാരമില്ല എന്നുള്ള. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, യു വിൽ നോട്ട് മേക്ക് മണി വിത്ത് എ ബോറോഡ് കൺവിക്ഷൻ. അതായത് നമ്മൾ വേറൊരു ആളുടെ ഐഡിയയിൽ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ല, ഒരു പേര് കിട്ടുന്നേ ഉള്ളൂ. 2 ദിവസം അത് മേടിക്കും, 3-ാമത്തെ ദിവസം താഴെ പോകണമെങ്കിൽ അത് വിട്ടിട്ട് പോകും. ചിലപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 6 months ഹോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ 2 years ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് ആയിരിക്കും. ഇതൊന്നും ഒരിക്കലും സിങ്ക്രണൈസ്ഡ് ആവില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന്, നമുക്ക് ഫിഷ് തരാൻ പറ്റില്ല, ഫിഷിംഗ് പഠിപ്പിച്ചു തരാനേ നമുക്ക് പറ്റുള്ളൂ എന്നുള്ള. അതുകൊണ്ട് നമ്മൾ ആ റൂള് പാലിച്ചു പോകുന്നു എന്നുള്ള. നിങ്ങളുടെ സർക്കാസമൊക്കെ നമുക്ക് മനസ്സിലാക്കാം, ഇത് പറഞ്ഞു തരൂ ആശാനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതെല്ലാം അറിയാമെങ്കിൽ നമ്മൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ തന്നെ ഇത് ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കിയ പോലെ നിങ്ങൾക്ക് തരണമെന്ന് നമുക്ക് യാതൊരു രീതിയിലും ആയിരിക്കാതെ. ഇതൊന്നും അങ്ങനെ പറ്റത്തില്ല. ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ പറഞ്ഞാലും ഒരു നല്ലൊരു സ്റ്റോക്ക് പറയാമെന്നില്ല, അത് കയറുക എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ പോലും ഇരിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. എങ്കിലും സ്പോട്ട്ലൈറ്റ് ബിസിനസ് എന്നുള്ള രീതിയിൽ ഒരെണ്ണം അവതരിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് ഞാനിന്ന് പറയുന്നു. കാര്യം വെച്ചാൽ അത് പറയേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്, അതിനായിട്ടുള്ള സന്ദർഭമുണ്ട്. ഇതിനു വേണ്ടി പറയുകയല്ല, ഇതൊരു റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ ആയിട്ട് ആരും കൺസിഡർ ചെയ്യാതിരിക്കുക. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ നോക്കാം, ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഹെഡ്ലൈൻ വായിക്കുന്നത് വളരെ ഗ്രേവ് ആയിട്ടുള്ള ഇഷ്യൂ വെനിസ്വേലയൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡൽഹിയിലെ പൊല്യൂഷനാണ്. ഡൽഹിയിലെ പൊല്യൂഷൻ നമുക്ക് അങ്ങനെ എഴുതിത്തള്ളാൻ പറ്റില്ല. അതായത് ഗ്രേവ് എയർ പൊല്യൂഷൻ ക്രൈസിസ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് എക്സ്പീരിയൻസിങ് ഹസാർഡസ് എയർ ക്വാളിറ്റി ഇൻ ഡൽഹി എന്നുള്ളതാണ്. അതായത് എനിക്ക് തോന്നുന്നു അവിടെ AQI റീഡിംഗ് 500 വരെ എക്സീഡ് ചെയ്യുന്ന ലെവലിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ. അതായത് വൺ ഓഫ് ദ മോസ്റ്റ് പൊല്യൂട്ടഡ് ക്യാപിറ്റൽ സിറ്റി ആയിട്ട് ഡൽഹി മാറി എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. ഇത് മാത്രമല്ല, ലോങ് ടേം എക്സ്പോഷർ ഇൻ ഡൽഹിയിൽ നിങ്ങൾ കൂടുതൽ സമയം ചിലവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി ഏതാണ്ട് 8.2 years വരെ റെഡ്യൂസ് ചെയ്യും എന്നുള്ള രീതിയിലേക്ക് ആയി. അത്രയ്ക്ക് മാത്രം ആയി. അതായത് ഈ കറണ്ട് സിറ്റുവേഷനെ മെഡിക്കൽ എമർജൻസി ആയിട്ടാണ് മെഡിക്കൽ എക്സ്പേർട്സ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ക്രോണിക് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഡിസീസസ്, ലോങ് ഡാമേജ് ഇൻ ചിൽഡ്രൻ ഒക്കെയാണ് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് അവിടെ വരാൻ. നമ്മൾ ഈ തമാശയ്ക്ക് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും ഡൽഹി ഈസ് ഗോയിങ് ത്രൂ എ വെരി ബാഡ് സിറ്റുവേഷൻ എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അറ്റ് വൺ പോയിന്റ് ടൈം ഇൻ ഡിസംബർ ഈ AQI 530 വരെ പോയിരുന്നു. അതൊക്കെ ഡേഞ്ചറസ് ലെവൽ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ഈ അതോറിറ്റീസ് ഭയങ്കരമായിട്ട് ഫോഴ്സ്ഡ് ആണ് കുറേ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട്. അതായത് ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ, അതായത് GRAP എന്ന് പറയുന്ന കൺസ്ട്രക്ഷനും വെഹിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ്, കൺസ്ട്രക്ഷൻ റെസ്ട്രിക്റ്റ് ചെയ്യുക, വെഹിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുക, അങ്ങനത്തെയൊക്കെ രീതിയിലേക്ക് GRAP പ്ലാൻ വരെ
അവർ ഫോഴ്സ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ ഇൻ്റഗ്രലായിട്ട് കാണേണ്ട ഒരു കാര്യം. സുപ്രീം കോർട്ട് ശരിക്കും പറഞ്ഞാൽ ദേ കെയിം ഹാർഡ് ഓൺ ദ ഡൽഹി ഗവൺമെൻറ് എന്നുള്ളത്. അതായത് അവർ വിളിച്ചത് ഡൽഹി ഗവൺമെൻറ്റിനെ വിളിച്ചത് ടോട്ടൽ ഫെയിലിയർ എന്നുള്ളത്. അതായത് നിങ്ങൾ പ്രോട്ടോകോൾസ് പാലിക്കുന്നതിൽ വളരെ വലിയ രീതിയിൽ പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അതുമാത്രമല്ല സുപ്രീം കോർട്ട് അവിടെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി, നമ്മുടെ ഒരു കോർപ്പറേഷൻ്റെ ലെവലിലുള്ള MCD മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹിയിൽ പറയണതെന്ന് വെച്ചാൽ നിങ്ങൾ കഴിവതും പറ്റുമെങ്കിൽ അവിടെയുള്ള ടോളുകളുടെ ചാർജ് എടുത്തു കളയണം. കാര്യം ടോളുകളിലേക്ക് ഈ ചാർജ് വയ്ക്കുമ്പോൾ കാറുകൾ വന്ന് നിന്ന് വീണ്ടും എമിഷൻ വന്നിട്ട് പൊല്യൂഷൻ കൂടുകയാണ് എന്നുള്ള രീതിയിലേക്കാണ് അവർ പറയുന്നത് എന്നുള്ളത്. പിന്നെ അതുകൊണ്ട് തന്നെ കോർട്ട് ഭയങ്കര രീതി, അതായത് ഇപ്പം ഈ എൻഡ് ഓഫ് ലൈഫ് വെഹിക്കിൾസ്, അതായത് ഈ കാലാവധി കഴിഞ്ഞ വെഹിക്കിൾസ് ഉണ്ടല്ലോ, എൻഡ് ഓഫ് ലൈഫ് വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞാൽ ഡീസൽ വെഹിക്കിൾസിന് 10 കൊല്ലം, പെട്രോൾ വെഹിക്കിൾസിന് 15 കൊല്ലം. ഈ എൻഡ് ഓഫ് ലൈഫ് വെഹിക്കിൾസിന് കോടതി കൊടുത്തിരിക്കുന്ന ചെറിയ പരിരക്ഷകളുണ്ടല്ലോ, കേസുകൾ, അതൊക്കെ കംപ്ലീറ്റ് എടുത്തു കളഞ്ഞു എന്നുള്ള. അതായത് ഇതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല എന്നുള്ള രീതിയിൽ. അതായത് ഡൽഹി കോർട്ട് പറഞ്ഞേക്കണത് ഇങ്ങനത്തെ കാലാവധി കഴിഞ്ഞ എൻഡ് ഓഫ് ലൈഫ് കഴിഞ്ഞ വെഹിക്കിൾസ് കണ്ടാൽ ഉടനെ തന്നെ റോഡിൽ നിന്ന് അത് സീസ് ചെയ്തോളൂ എന്നുള്ള രീതിയിലേക്കാണ് കോർട്ട് കൊടുത്തിരിക്കുന്നത് എന്നുള്ള. ഗവൺമെൻറ് ആണെങ്കിൽ ഇത് ഫയർ ഫൈറ്റ് ചെയ്യേണ്ടത്. എന്നാണ് ഒക്ടോബർ 2025 അവരെനിക്ക് തോന്നുന്നു ക്ലൗഡ് സീഡിങ് വരെ ചെയ്തു നോക്കി. IIT കാൺപൂറിൻ്റെ സഹായത്തോടു കൂടി ക്ലൗഡ് സീഡിങ് പോലെ ചെയ്തു നോക്കിയെങ്കിലും അതും ഉപയോഗപ്രദമായിട്ടില്ല എന്നുള്ള, എല്ലാ കാര്യങ്ങളും ഫെയിൽ ചെയ്ത് വരിക എന്നുള്ളതാണ്. അപ്പം ഗവൺമെൻറ് തന്നെ പറഞ്ഞത് ഈ ഡിസംബറിലേക്ക് പീക്ക് ക്രൈസിസ് ഉണ്ടല്ലോ, ആ സമയത്ത് 50% ആൾക്കാർ ബോത്ത് ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് ഓഫീസസിൽ വർക്ക് ഫ്രം ഹോം, നിങ്ങൾ ട്രാവൽ ചെയ്യേണ്ട, റോഡിൽ ഇറങ്ങണ്ട, കൺജഷൻ ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞത്. അതുമാത്രമല്ല പെട്രോൾ പമ്പ്സിനൊക്കെ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്താ അറിയോ ഗവൺമെൻറ്, പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ്, PUC സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു വണ്ടിക്കും ഫ്യൂവൽ കൊടുക്കണ്ട എന്നുള്ള രീതിയിലേക്ക് മാറി എന്നുള്ള. അത് മാത്രമല്ല പെട്രോൾ പമ്പിലൊക്കെ ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വെഹിക്കിളിൻ്റെ രജിസ്ട്രേഷൻ നമ്പറില്ലേ, നമ്പർ പ്ലേറ്റ് റെക്കഗ്നൈസ് ചെയ്യുന്ന AI ക്യാമറാസ്, അതിന് ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് അത് ക്യാപ്ചർ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ വാഹൻ അല്ലെങ്കിൽ പരിവാഹൻ വെബ്സൈറ്റിലേക്ക് പോയിട്ട് ഇതിൻ്റെ എൻഡ് ഓഫ് ലൈഫ് ആയോ, എത്ര കൊല്ലം ആയോ, ആണെങ്കിൽ അത് സെയ്സ് ചെയ്യാനായിട്ടുള്ള സെയ്ഷറൊക്കെ കൊണ്ടുവരാനായിട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള. പിന്നെ കമേഴ്സ്യൽ വെഹിക്കിൾസ് മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നും അല്ലാതെയും തന്നെ BS6 നോംസ് പാലിക്കാത്ത ഒരു കമേഴ്സ്യൽ വെഹിക്കിൾസിനെ ഡൽഹിയിലേക്ക് എൻട്രി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. എൻട്രി ചെയ്യുന്നുണ്ട്, പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ചുമൊക്കെ, ബട്ട് സ്ട്രിക്റ്റ് ആക്ഷന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള. മെയിൻ കോസസ് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഡൽഹിയിൽ ഇത്രയും പ്രശ്നം വരുന്നത്, ഈ സ്റ്റബിൾ ബേണിംഗ് ആണ്. സ്റ്റബിൾ ബേണിംഗ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ റെസിഡ്യൂ കോർപ്സ് ഉണ്ടല്ലോ, ഈ ഹരിയാനയിലും പഞ്ചാബിലും ഒക്കെ റെസിഡ്യൂ ആയിട്ട് വരുന്ന ക്രോപ്സിനെ ബേൺ ചെയ്യുന്ന അതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റബിൾ ബേണിംഗ് എന്ന് പറഞ്ഞത്. അതാണ് ഡൽഹിയിലെ 45% ഈ പൊല്യൂഷനായിട്ടുള്ളൊരു കാരണം പറഞ്ഞത്. പിന്നെ അതുമാത്രമല്ല ഒരുപാട് വെഹിക്കിൾസ്, പിന്നെ സറൗണ്ടിങ് ആയിട്ട് ഒരുപാട് തെർമൽ പ്ലാന്റ്സും ഒക്കെ സിറ്റുവേഷനെ വേഴ്സ്റ്റ് ആക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു മീറ്റിയോളജിക്കലായിട്ടുള്ള ട്രാപ്പും കൂടെ ഡൽഹിക്കുണ്ട് ജാസ്മിൻ. അതായത് ഈ വിൻ്റർ സമയത്തൊക്കെ ഈ ലോ വിൻഡ് സ്പീഡും ടെമ്പറേച്ചർ ഇൻവേർഷനും കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ, ഈ പൊള്യൂട്ടൻസ് ട്രാപ്പ് ചെയ്തിട്ട് ഒരു തിക്ക് ആൻഡ് ലീഗൽ സ്മോഗ് അവിടെ ഉണ്ടാവുന്നുണ്ടെന്നില്ല. അപ്പോൾ മീറ്റിയോളജിക്കലായിട്ട് ഒരു പ്രോബ്ലം കൂടി ഡൽഹിക്കുള്ള കാരണം നല്ല രീതിയിൽ പൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. 2025 ഒരു എക്സോഡസ് സർവേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് നോക്കിയപ്പോൾ ഏതാണ്ട് 80% ഡൽഹി നാഷണൽ ക്യാപിറ്റൽ റീജിയനിലുള്ള ആൾക്കാർക്ക് റീലൊക്കേറ്റ് ചെയ്യണം എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതായത് 15% ആൾക്കാർ അതിനുള്ള സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞു എന്നും കൂടെ വളരെ അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ. ഒരു മെഡിക്കൽ എമർജൻസി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്കൂൾസും ഔട്ട്ഡോർ ആക്ടിവിറ്റിയും അത്ലറ്റിക്സും ഒക്കെ ക്ലോസ് ചെയ്ത് പിള്ളേരും ഒക്കെ വളരെ സങ്കടത്തിലാണ് എന്നുള്ളതാണ്. ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ നിതിൻ ഗഡ്കരി തന്നെ പറഞ്ഞു 2 ദിവസം ഡൽഹിയിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം എനിക്ക് ത്രോട്ട് പെയിൻ വരും, അത്രയ്ക്ക് രീതിയിൽ മോശമായി എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ വേറെ രസകരമായിട്ടൊന്നും പറയാൻ പറ്റില്ല, ലിസ്റ്റഡ് കമ്പനി ആയിട്ടുള്ള നമുക്കറിയാം അക്കും ഡ്രഗ്സ്, AKUM ഡ്രഗ്സിൻ്റെ പ്രസിഡന്റ് ഓഫ് ഫിനാൻസ് രാജ്കുമാർ ബാഫ്ന റിസൈൻ ചെയ്തു. എന്താ റീസൺ വെച്ചിരിക്കണം, മാനേജ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന റീസൺ എന്താ, പൊല്യൂഷൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ്. നമ്മൾ തമാശയ്ക്ക് പറയുമെങ്കിലും അതായത് UPSC റാങ്ക് ഹോൾഡർ ഉണ്ട്, അതായത് ഗ്രൂപ്പ്, എനിക്ക് തോന്നുന്നു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഗ്രൂപ്പ് A ഗവൺമെൻറ് ജോബിൽ വർക്ക് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ റാങ്ക് 8th കിട്ടിയെന്നാണ് UPSC എക്സാമിൽ. ഷീ ആൻഡ് ഹർ ഹസ്ബൻഡ് അവർ രണ്ടുപേരും ഈ പറയുന്നത് വെച്ചാൽ അവർ റിസൈൻ ചെയ്ത കാര്യം, കുട്ടിയെ അവർ ഡൽഹിയിലേക്ക് എക്സ്പോസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അത്രയ്ക്ക് രീതിയിൽ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ കാര്യം കൂടെ അങ്ങനെ വരുന്നു എന്നുള്ള. ഓരോ സ്റ്റാർട്ടപ്പ് കമ്പനികളും പൊല്യൂഷൻ ലീവ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതായത് പെർക്ക്, നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് ഏതെങ്കിലും ഹിൽ സ്റ്റേഷനിൽ പോയി വർക്ക് ചെയ്തോളൂ, അതിന് പെർക്ക് വരെ കൊടുക്കുന്നുണ്ട്. അത് സർക്കാസ്റ്റിക് ആയിട്ട് പോലും കാര്യങ്ങൾ നടക്കുന്നു. സ്മോക്ക് വെഡ്ഡിങ്സ്, നല്ല രീതിയിൽ ഡൽഹിയിലെ ഹൈ പ്രീമിയം വെഡ്ഡിങ്സ്, ലക്ഷറി വെഡ്ഡിങ്സ് ഒക്കെ ഇപ്പോൾ ജയ്പൂർ, ഉദയ്പൂരിലൊക്കെ മാറി എന്നുള്ള വലിയ രീതിയിൽ നഷ്ടം തന്നെയുണ്ട്. അതായത് റിയൽ എസ്റ്റേറ്റ് കമ്പനിയൊക്കെ ഇപ്പോൾ മാർക്കറ്റ് ചെയ്യണം എങ്ങനെയെന്നറിയോ, അതായത് ഞങ്ങളുടെ കയ്യിൽ സെൻട്രൽ എയർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞാണ് റിയൽ എസ്റ്റേറ്റ് കമ്പനി വരെ NCRൽ മാനേജ് ചെയ്യണം. ഏതാണ്ട് 64,000-65,000 കോടിയുടെ നഷ്ടം
ശരിക്കും പറഞ്ഞാൽ ഡൽഹിക്ക് ഈ പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം എന്താ, ഹെൽത്ത് കെയറിൻ്റെ എക്സ്പെൻസ്, രണ്ടാമത് പ്രൊഡക്ടിവിറ്റി ലോസ്, അതും കൂടെ വെച്ചിട്ട് നല്ല രീതിയിൽ വരുന്നു എന്നുള്ള. ഞാനിപ്പോൾ നോക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് GST കൗൺസിൽ. ഈ GST കൗൺസിൽ എല്ലാ ക്വാർട്ടറിലും ഒരു പ്രാവശ്യമെങ്കിലും മീറ്റ് ചെയ്യണം എന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം സെപ്റ്റംബറിൽ മീറ്റ് ചെയ്തപ്പോഴാണ് GST 2 വന്ന് സാധനങ്ങൾക്ക് വില കുറഞ്ഞു. ഈ കൊല്ലം തുടങ്ങി ജാനുവരി മിഡിലോട് കൂടി മിക്കവാറും GST കൗൺസിൽ മീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറ്റുനോക്കുന്നൊരു കാര്യം, എയർ പ്യൂരിഫയറിനും വാട്ടർ പ്യൂരിഫയറും ഇപ്പം ഏതാണ്ട് എനിക്ക് തോന്നുന്നു 18% GST. അതിനെ എസെൻഷ്യൽ ഗുഡ്സ് ആയിട്ട് മാറ്റി 5% ആയിട്ട് ടാക്സ് കുറയ്ക്കേണ്ടി വരുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏത് കമ്പനീസിനാണ് ഇവിടെ ബെനിഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ സ്പോട്ട് ലൈറ്റിൽ നമ്മൾ ഇന്ന് പറയുന്ന ഒരു കാര്യം. ഒന്ന് മെൻഷൻ ചെയ്യുന്നതെന്നുള്ളൂ, വേറെ ഒന്നുമല്ല. കൂടുതലും ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി യുറേക്ക ഫോബ്സ്, ബ്ലൂ സ്റ്റാർ, വോൾട്ടാസ്, ഹാവൽസ് ഒക്കെ ഉണ്ടെങ്കിലും യുറേക്ക ഫോബ്സ് ആണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം, അവരുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് തന്നെ നോക്കിയുണ്ടല്ലോ. വാട്ടർ പ്യൂരിഫയർ 18% GSTയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. എയർ പ്യൂരിഫയർ 18% GSTയിലാണ് കിടക്കുന്നത്. വാക്യൂം ക്ലീനർ, റോബോട്ടിക് ആയാലും മാനുവൽ ആയാലും 18% കിടക്കുന്നത്. വാട്ടർ സോഫ്റ്റ്നർ 18% GSTയിലാണ് കിടക്കുന്നത്. ഫിൽറ്റർ ആൻഡ് കൺസ്യൂമബിൾസ് 18%. ഇതെല്ലാം പൊല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള സാർ. അപ്പോൾ പൊല്യൂഷനെ ഭയങ്കര രീതിയിൽ ഈ പറയുന്ന പോലെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് യുറേക്ക ഫോബ്സിൻ്റെ എന്നുള്ളത്. 2025 അവരുടെ ടോട്ടൽ റവന്യൂ നോക്കുകയാണെങ്കിൽ വാട്ടർ പ്യൂരിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെയിൽസിൻ്റെ 44% ആണ്. എയർ പ്യൂരിഫയറും സോഫ്റ്റ്നറും 9% ആണ് എന്നുള്ളതാണ്. ദ ഓപ്പർച്യൂണിറ്റി ഈസ് വെരി ബിഗ്. അതായത് ലോകത്തിലെ ടോപ്പ് 10 മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റിയിലെ 9 ഏഷ്യയിലുമാണ്. ആ ഏഷ്യയിലുള്ളതൊക്കെ ഇന്ത്യയിലും ആണെന്നുള്ള. അപ്പോൾ ഡൽഹിയിൽ മാത്രമല്ല ഇതിൻ്റെ ഇഷ്യൂ, ഇത് ഭയങ്കരമായിട്ട് പടർന്നു കിടക്കുന്ന ഒരു സാധനമാണ്. യുറേക്ക ഫോബ്സിൻ്റെ FY25 റവന്യൂ എന്ന് പറഞ്ഞാൽ 2400 crores ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 263 crores ആണ്. CMP ഞാൻ വെള്ളിയാഴ്ച നോക്കുമ്പോൾ 625 rupees per ഷെയർ ആണ്. മാർക്കറ്റ് ക്യാപ്പ് 12,156 crores ആണെന്നുള്ള. ഈ എയർ പ്യൂരിഫയർ മാർക്കറ്റ് എന്ന് പറയുന്നത്, എയർ പ്യൂരിഫയർ, വാട്ടർ പ്യൂരിഫയർ അല്ല, എയർ പ്യൂരിഫയർ എന്ന് പറഞ്ഞാൽ വളരെ ലോ പെനിട്രേറ്റ് ആണ്. നമ്മുടെ വീട്ടിലൊന്നും നമ്മൾ ഇതുവരെ മേടിച്ച് വെച്ചിട്ടില്ല. ഇതുവരെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു എഫക്റ്റോ നമുക്ക് അതിൻ്റെ ഒരു നെസസിറ്റിയോ നമുക്ക് വന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു FY23 ഇത് എനിക്ക് തോന്നുന്നു 230 കോടിയുടെ മാർക്കറ്റ് സൈസാണ് ഇതിനുണ്ടായിരുന്നത് എന്നുള്ള. ഇറ്റ് ഈസ് ബീങ് സെഡ് ദാറ്റ് FY30 ബിക്കോസ് ഓഫ് പൊല്യൂഷൻ ഇൻ ഡിഫറെൻറ്റ് സിറ്റീസ് ഇറ്റ് വിൽ എക്സ്പാൻഡ് 5 times to 1,000 crores or more എന്നുള്ള രീതി. അതായത് നെക്സ്റ്റ് ഗ്രോത്ത് എഞ്ചിനായിട്ടുള്ള ഒരു കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡായിട്ട് ഈ പറയുന്ന പോലെ എയർ പ്യൂരിഫയേഴ്സ് മാറാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ഡൽഹിയിലെ പൊല്യൂഷനും മറ്റുള്ള ഈ പറയുന്ന പോലെ സിറ്റീസിലെ പൊല്യൂഷനും തരുന്നത് എന്താ, എയർ പ്യൂരിഫയർ is a must have accessory. Water purifier is also a must have accessory. അതിനെ അസോസിയേറ്റ് ഉള്ള സോഫ്റ്റ്നേഴ്സ്, വാക്യൂം ക്ലീനേഴ്സ്, വീട് ക്ലീൻ ആക്കി വച്ചിട്ട് നമുക്കൊരു അലർജിയോ അസുഖമോ വരാതിരിക്കാൻ ഈ വക പ്രോഡക്ട്സ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ എസെൻഷ്യൽ ആണ് എന്നുള്ളതും മേ ബി ഈ വരാൻ പോകുന്ന GST കൗൺസിൽ മീറ്റിങ്ങിന് ഇതിനെ എസെൻഷ്യൽ ഗുഡ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് 18% നിന്ന് 5% GSTയും കുറയ്ക്കുകയാണെങ്കിൽ അതിൽ ബെനിഫിറ്റ് കിട്ടാവുന്ന ഒരു കമ്പനി ആയിരിക്കാം യുറേക്ക ഫോബ്സ്. ദാറ്റ് ഇസ് അവർ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക്. ദിസ് ഇസ് നോട്ട് ആൻ അഡ്വൈസ് ഓർ സോളിസിറ്റേഷൻ ഓർ റെക്കമെൻഡേഷൻ. നിങ്ങളൊരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ ശിക്ഷണത്തിലും നിരീക്ഷണത്തിലും മാത്രം നിങ്ങൾ സ്റ്റോക്ക് പിക്കിംഗ് നടത്തുക. നിങ്ങൾക്കൊരു തോട്ട്, ഫുഡ് ഫോർ തോട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കാൻ വേണ്ടി ഒരു ചെറിയ കാര്യം ഇട്ടു എന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. ഓവർ ടു യു ജാസ്മിൻ. ഏതായാലും നമുക്ക് ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവറിൻ്റെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് വരുന്ന മണിക്കൂർ ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. ഏതായാലും ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സ് ഒന്നും തന്നെ ഒരു അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. Opening Hours with